2025 കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും ആണ് നമുക്ക് നോക്കാൻ പോകുന്നത്. നിലവിലെ കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും. ഓക്കെ, ഇനി ഫസ്റ്റ് തന്നെ പറയുന്നത് ഡൽഹിയിലാണ്. ഡൽഹി എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർമ്മ വരിക ഏതാ? നിർഭയ കേസൊക്കെ അല്ലേ നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ ഡൽഹിയിൽ എപ്പോഴും ഒരു സേനയുടെ ആവശ്യമുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഡൽഹിയിൽ എന്ത് വേണം? സേനയുടെ ആവശ്യമുണ്ട്. സോ വിനയ് കുമാർ സക്സേനയാണ് ഡൽഹിയിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. അടുത്തത് ജമ്മു കാശ്മീർ പറയുമ്പോൾ ഒരു സിംഹം അവിടെ ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ജമ്മു കാശ്മീർ ഒരു സിംഹത്തിന് ആവശ്യമുള്ള സ്ഥലമാണ്. അപ്പൊ മനോജ് സിൻഹയാണ്. ഏതാണ്? മനോജ് സിൻഹയാണ് ജമ്മു കാശ്മീരിലെ നിലവിലെ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. ദെൻ ലഡാക്ക് ആണ്. ലഡാക്കിൽ ഒരു കവിയാണ് ഉള്ളത്. ലഡാക്ക് കവിയാണ്. അപ്പോൾ ലഡാക്കിലുള്ള കവിയാണ് ഗുപ്ത. അപ്പോൾ കവീന്ദർ ഗുപ്തയാണ് ലഡാക്കിലുള്ള ലഫ്റ്റനന്റ് ഗവർണർ. ഇനി പുതുച്ചേരിയാണ്. പുതുച്ചേരി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തമിഴ്നാട് ഓർമ്മ വന്നു എന്ന് വിചാരിക്കുക. എന്നിട്ട് അവിടെ എന്ത് വിചാരിക്കുക? ഈശേനെ ആലോചിക്കുക. അപ്പൊ അവിടെ കൈലാസനാഥൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ കെ കൈലാസനാഥനാണ് പുതുച്ചേരി. ഓക്കെ, ആൻഡമാൻ നിക്കോബാർ ദ്വീപിലാണെങ്കിൽ DK ജോഷിയാണ്. ആരാണ്? DK ജോഷിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് എന്ത് ലഫ്റ്റനന്റ് ഗവർണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലഫ്റ്റനന്റ് ഗവർണേഴ്സ്. ഇനി ഉള്ള മൂന്നെണ്ണം. ഓക്കെ, അവിടെ ഉള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് ആണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പോ ആദ്യം പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, എന്താണ് ലഫ്റ്റനന്റ് ഗവർണർ, എന്താണ് ഈ അഡ്മിനിസ്ട്രേറ്റർ? ഇതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളും കൂടിയാണല്ലോ. ഇപ്പൊ ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ഇവിടെയൊക്കെ ഒരു എന്തുണ്ട്? മന്ത്രിസഭയുടെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, അവിടെ ഒരു നിയമസഭയുടെ പ്രസൻസ് ഉണ്ട്. അപ്പൊ അവിടെ നിയമസഭ ഉള്ളിടത്തുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തലവനെയാണ് ലഫ്റ്റനന്റ് ഗവർണർ എന്ന് പറയുന്നത്. ഒരു നിയമസഭ അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ ഇല്ലാതെ തന്നെ ഒരു ഭരണ പ്രദേശങ്ങൾ ഉണ്ട്. അതാണ് ഈ 3 കേന്ദ്രഭരണ പ്രദേശം. ഇവിടെ ഒരു മന്ത്രിസഭകളൊന്നും ഇപ്പൊ അധികാരത്തിലില്ല. അപ്പൊ അവിടെയുള്ള കേന്ദ്രഭരണ പ്രദേശത്തെ തലവനെ പറയുന്ന പേരാണ് എന്ത്? അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളത്. ഓക്കെ, ഇത്രയാണ് വ്യത്യാസമുള്ളത്. രണ്ടുപേരെ നിയമിക്കുന്നത് ആര് തന്നെയാണ്? രാഷ്ട്രപതി തന്നെയാണ്. അപ്പൊ ഇനി ചണ്ഡീഗഡ് ആണ് പറയുന്നത്. ചണ്ഡീഗഡിലെ ഗുലാബ് ചന്ദ് കതാരിയാണ്. ഓക്കെ, അപ്പൊ ഈ ചണ്ഡി എന്ന് പറയുമ്പോൾ തന്നെ ഈ നമ്മൾ എന്താ പറയുക, ഒരു ചതുപ്പ് നിലമുള്ളിടത്തല്ല ഈ ചണ്ടികളൊക്കെ വന്ന് അടിഞ്ഞു കൂടുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗത്താണ് വരയ്ക്കുക. ദെൻ ഗുലാബ് ഉണ്ട്. ഗുലാബ് പറയുമ്പോൾ അപ്പൊ വളക്കൂറുള്ള മണ്ണിൽ എന്തുണ്ടാവുള്ളൂ? ഗുലാബുകൾ ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ ചണ്ഡീഗഡ് ഗുലാബ് ചന്ദ് കതാരിയാണ്. ഓക്കെ, അപ്പോൾ ചണ്ടി ഉള്ളിടത്ത് എന്തുണ്ടാവും? ഗുലാബ് ഉണ്ടാവും, പൂക്കൾ ഉണ്ടാവും എന്നുള്ളത് ആലോചിക്കുക. ദെൻ ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു രണ്ടും ഒന്നായി മാറി എന്നുള്ള ആലോചിക്കുക. അപ്പൊ ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയുലാണെങ്കിൽ പ്രഫുല്ല പട്ടേലാണ്. അപ്പൊ രണ്ടും ഒരുമിച്ചായതുകൊണ്ട് ഒരു നല്ലൊരു കരുത്ത് ആർജിച്ച മനുഷ്യൻ തന്നെ അവിടെ വേണം. അപ്പൊ പട്ടേൽ, നമുക്കറിയാം ഉരുക്കു മനുഷ്യൻ എന്ന് പറയുന്ന സർദാർ വല്ലഭായ് പട്ടേലിനൊക്കെ അപ്പൊ പട്ടേൽ ഉണ്ട്. അപ്പൊ പ്രഫുല്ല പട്ടേലാണ് ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു. അതേ സെയിം ടൈം തന്നെ ലക്ഷദ്വീപിലും ആര് തന്നെയാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ? പ്രഫുല്ല പട്ടേലാണ്. ഓക്കെ, അപ്പൊ ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ലക്ഷദ്വീപ് എന്നിവ ആലോചിക്കുക. അവിടെ അഡ്മിനിസ്ട്രേറ്റർ ആണെന്ന് ആലോചിക്കുക. അപ്പൊ ചണ്ഡീഗഡില് ഗുലാബ് ആണ്, പൂക്കൾ ഉണ്ടാവുന്ന പ്ലേസ് ആണെന്ന് വിചാരിക്കുക ചണ്ഡീഗഡ്. ദെൻ ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു ഒരു നല്ല പവറുള്ള മനുഷ്യൻ തന്നെ വേണം. സോ പ്രഫുല്ല പട്ടേൽ. സ്വാഭാവികമായിട്ടും ലക്ഷദ്വീപിൽ ഒരു പവറുള്ള മനുഷ്യൻ തന്നെയാണ് പ്രഫുല്ല പട്ടേൽ. ഇപ്പൊ ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ലക്ഷദ്വീപ് രണ്ട് ഇടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശത്തിന്റെ തലവൻ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ പ്രഫുല്ല പട്ടേലാണ്. ഇത്രയാണ് നമ്മൾ നിലവിൽ അറിഞ്ഞിരിക്കേണ്ട കേന്ദ്രഭരണ പ്രദേശത്തെ ലഫ്റ്റനന്റ് ഗവർണേഴ്സും അഡ്മിനിസ്ട്രേറ്റേഴ്സും.